കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് കാറ്റത്തെ കിളിക്കൂടിൽ നിന്ന് ചിരിച്ച് ചിരിച്ച് ചാവാനുള്ള എല്ലാ ഭാഗങ്ങളും ഉണ്ട്. നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ ഇന്ന് എന്തായാലും ലാസ്റ്റ് ഡേ ആയിട്ട്. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിൽ ആണ്. അപ്പോൾ നമ്മുടെ ഹരീഷ് ഒരു ബൈക്ക് ശരിയാക്കി കൊടുത്ത് പൈസ ഒക്കെ മേടിക്കും. അപ്പോൾ ആ സമയത്ത് നീത് വരുന്നുണ്ട്. അപ്പോൾ ടിക്ടോ ചന്തുവിനോട് പറയും, അതേ വരുന്നുണ്ടടാ അടുത്ത തല്ലിനുള്ളത് എന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹരീഷിനായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി നീതു വരുന്നു. അപ്പോൾ നീതു ചോദിക്കുന്നു, ഇവിടെ കരി ഓയിലുണ്ടോ ഡിറ്റോ എന്ന് ചോദിക്കുമ്പോൾ കരി ഓയിലുണ്ടെന്ന് പറയും. അപ്പോൾ എടുത്തു കൊടുക്കും. എന്തിനാടി നീതു എന്ന് ചോദിക്കും. ഇതൊരാളെ തലവഴി ഒഴിക്കാൻ. അയ്യോ ചതിക്കല്ലേ എന്ന് പറയും. രാഷ്ട്രീയക്കാരെ തലവഴി കരി ഓയിൽ ഒഴിക്കുന്നത് കേട്ടിട്ടുണ്ട്, നീ ഇത് ചെയ്യല്ലേ, മനുഷ്യന്മാരുടെ തലയിൽ ഒഴിക്കല്ലേ ഏട്ടാ എന്ന് പറയും. പോകാൻ ഭയങ്കര പാടാന്ന് പറയും. പിന്നെ അല്ലാണ്ട് മെസ്സേജ് അയക്കും, പക്ഷേ റിപ്ലൈ ഒന്നുമില്ല. ടൈപ്പ് ചെയ്യുന്ന കാണാം, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. ആണോ അന്നൊഴിച്ചോടി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കൊടുക്കും. അത് കഴിയുമ്പോൾ പറയും, എനിക്കിഷ്ടമുള്ള ഒരു കാഴ്ചയാണ്, എനിക്ക് നിന്നേക്കാൾ വേണ്ടപ്പെട്ട ഒരാളുണ്ട്, അതുകൊണ്ട് ഞാൻ ആൾക്കിന് ടൈപ്പ് ചെയ്തതെന്ന് പറയും. അപ്പം നീ ഇത് വണ്ടിയിൽ ഒരു ബോണറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അടിക്കാൻ നോക്കും. അപ്പോൾ ഇതിനെ അവരെല്ലാവരും കൂടെ തടഞ്ഞ് പിന്നെ അവർ മറ്റൊരു ചായ കുടിക്കാൻ പോകും. അവർക്കൊരു സംസാരിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ തമ്മിലുള്ള പിണക്കമൊക്കെ മാറുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം സുധീഷിൻ്റെ അടുത്തേക്ക് നിധി ചെന്നിട്ട് ചോദിക്കും, ഗോപി സാർ വിളിച്ചിരുന്നു എന്ന് ചോദിക്കും. ഇല്ല, എന്തേന്ന് ചോദിക്കും. അല്ല, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ കോടതി പോയ കാര്യം സുധീഷ് പറഞ്ഞോ, എന്താണ് ആൾ ഇതിലൊക്കെ ഇടപെടുന്നതെന്ന് ചോദിക്കും. എന്നാൽ പിന്നെ വക്കീൽ വിളിച്ച് പറഞ്ഞതാവും, ഞാൻ പറഞ്ഞതല്ല എന്ന് പറയും. ആണോ, എന്നാൽ പിന്നെ വക്കീലിനെ വിളിച്ച് നോക്കിയിട്ടേ എന്ന് പറയും. അങ്ങനെ വക്കീലിനെ വിളിക്കും. അപ്പോൾ ആദ്യത്തെ കോളിൽ വക്കീൽ എടുക്കൂല. അപ്പോൾ സുധീഷ് സന്തോഷമായിട്ടിരിക്കുമ്പോൾ വക്കീൽ തിരിച്ച് വിളിക്കും. അപ്പോൾ മേഡം എങ്ങാനും പോലീസിനെ വിളിച്ചിരുന്നോ, ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അല്ല സോറി പോലീസുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ എന്ന് പറയുമ്പോൾ, എൻ്റെ നിധി ഇപ്പോഴത്തെ പിള്ളേർക്ക് പഠിപ്പുണ്ട്, പക്ഷേ ലോക വിവരമില്ല. കോടതി നിയമം ഒക്കെ എന്തിനാ അവരന്വേഷിക്കുന്നത്, അവർക്ക് പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഒരിക്കലും ഒരാളുടെ ഡിവോഴ്സ് കേസ് പോലീസ് ഇടപെടില്ല. ഇതെന്താ വല്ല എന്നിട്ട് കുട്ടിക്കളി എങ്ങാനാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഞാനെന്തിനാണ് വിളിക്കുന്നത്, അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. വിവാഹം കഴിച്ചു തന്നാൽ അത് കഴിഞ്ഞു, പിന്നെ അവർക്ക് ഈ ഒരു കാര്യമേ ചിന്തിക്കേണ്ട കാര്യമില്ല. അതെ അങ്ങനെയാണല്ലേ എന്ന് പറയും. അതിന് ശേഷം നിധിക്ക് സംശയം. അപ്പം നിധി പറയും, സുധീഷ് ഒരു ഗോപി പിള്ളേനെ വിളിക്കാൻ പറയും. അപ്പം സുധീഷ് പറയും, ഒന്ന് വിളിക്കേണ്ട, നാളെ വിളിക്കാം, നാളെ ഞാൻ നേരിട്ട് കാണാം, ആരാണ് സാറിനോട് പറഞ്ഞ് നമുക്ക് അന്വേഷിക്കാമല്ലോ എന്ന് പറയും. എന്നിട്ട് സുധീഷ് നിധിയുടെ അടുത്തുനിന്ന് വേഗം 2 കോൾ ചെയ്യാനെന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അതിനുശേഷം പിന്നെ നിധിക്ക് സംശയം തോന്നുന്നു സുധീഷ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന്. അങ്ങനെ നിധി വേഗം ഗോപിപിള്ളനെ വിളിക്കുന്നു, ഞാൻ നിധീന് എനിക്ക് സാറിനൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാത്രിന് എല്ലാവരും കിടന്നുറങ്ങണം. അപ്പോൾ സുധീഷ് ഉണ്ട് അടിച്ചൊക്കെ കോരിന് ഹാള്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ അടിച്ചൊക്കെ കോരി സ്റ്റൂള് കൊണ്ടുവയ്ക്കിന്. സ്റ്റൂളിൽ ചുറ്റും 4 മെഴുകുതിരി കത്തിച്ച് 2 കേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കേക്ക് അടിയിലും ഒരു കേക്ക് സ്റ്റൂളുമ്മലും സെറ്റ് ചെയ്യും. ഒരു കേക്ക് ഹാപ്പി ബർത്ത്ഡേ നിധി എന്നും ഒരു കേക്ക് ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധി എന്ന് പറഞ്ഞിട്ട് അത് താഴ്ത്തും വയ്ക്കും. എന്നിട്ട് അനിയന്മാരെയും ചേട്ടനെയും വിളിച്ചുണർത്താൻ ഒരുപാട് പണിപ്പെടും. അങ്ങനെ ലാസ്റ്റ് ഹരീഷിനെ പിടിച്ച് ചവിട്ട് കൊടുക്കുമ്പോൾ ചാടി എഴുന്നേൽക്കണത് പേടിച്ചിട്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടെ കേക്കൊക്കെ കാണുമ്പോൾ ഇതെന്താണെന്നറിയും, അതാ അന്ന് നിധിയുടെ പിറന്നാളാണ് 12 മണിക്ക്, വേഗം എഴുന്നേറ്റ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയണം, ഒന്ന് മുഖം കഴുകിയിട്ട് വരാൻ പറയും. അങ്ങനെ ഒരു നിർബന്ധിച്ച് മുഖം കഴുകാൻ പറഞ്ഞയക്കും. മുഖം കഴുകി വന്നിട്ടും സുഭാഷിൻ്റെയും ഹരീഷിൻ്റെയും ഉറക്കപ്പിച്ച മാറുന്നില്ല. 2 പേരും തോളിൽ പരസ്പരം കൈയിട്ടുകൊണ്ട് ഇങ്ങനെ കണ്ണടച്ച് നിൽക്കണം. അപ്പോൾ നമ്മുടെ നികേഷ് ചോദിക്കും, ഇതെന്തത് 2 കേക്ക് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ഒരെണ്ണം നമുക്ക് എല്ലാവർക്കും കൂടി നിധിക്ക് കൊടുക്കാനുള്ളത്, ഒരെണ്ണം ഞാൻ മാത്രം നിധിക്ക് വേണ്ടി മേടിച്ചതെന്ന് വിചാരിച്ചോട്ടെ എന്ന് പറയും. ഓ എൻ്റെ വക അല്ലേ, ആ ആ ആ അതുകൊണ്ടാണല്ലേ അതിൽ ഡിയർ നിധി എന്ന് എഴുതിയെന്ന് ചോദിക്കും. അത് തന്നെ എന്ന് പറയും. ഓ മൈ ഡിയർ നിധി എന്ന് എഴുതായിരുന്നില്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അതിനുള്ള ധൈര്യമൊന്നും സുധീഷ് ഏട്ടനില്ല എന്ന് ഹരീഷും പറയും. ഞാൻ പോയി നിധിനെ വിളിക്കാം, നിങ്ങളാരും ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ നിൽക്കല്ലേ, ഉഷാറായിട്ട് നിൽക്കാൻ പറയും. അങ്ങനെ സുധീഷ് പോയി നിധിയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അപ്പം നമ്മുടെ സുഭാഷ് പറയടാ, നീ നേരത്തെ പോയി വിളിക്കേണ്ട, നാളത്തെ പോലെ പ്രശ്നമാവും, ഞാൻ പോവാം. ഓ എൻ്റെ പൊന്നേട്ടാ, അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയും. അതിനുശേഷം നിങ്ങൾ ഉഷാറായി നിന്നാൽ മതി എന്ന് പറയും. അങ്ങനെ സുധീഷ് പോയി നമ്മുടെ നിധിയുടെ വാതിൽ മുട്ടണ്. നിധി നിധി എന്ന് പറയും. എന്തേ നേരത്തെ എന്ന് ചോദിക്കും. ഒന്ന് വാതിൽ തുറക്കും, ഒരു കാര്യം പറയാനെന്ന് പറയും. അങ്ങനെ നിധി ഇങ്ങനെ കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വന്ന് വാതിൽ തുറക്കണം. എന്താണെന്ന് ചോദിക്കും. അപ്പോഴത്തേനും ഒരു ബൊക്കെയൊക്കെ കാണിച്ചിട്ട് പറയും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. അപ്പം നിധിയുടെ മുഖം ദേഷ്യമൊന്നും ഉണ്ടാവില്ല, സന്തോഷമാവും, അത് മേടിക്കും, താങ്ക്സ് എന്ന് പറയും. സുധീഷ് എങ്ങനെ അറിഞ്ഞു എൻ്റെ ബർത്ത്ഡേ, അതൊക്കെ എനിക്ക് അറിയാടോ എന്ന് പറയും. അപ്പോൾ അതിനുശേഷം ഒന്ന് പുറത്തേക്ക് വരാൻ പറയും. എന്തിനെന്ന് പറയും, ബാ എന്ന് പറയും. അങ്ങനെ ഹാളിലേക്ക് പോകുമ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നതും കേക്കൊക്കെ ഇരിക്കുന്നതും കണ്ടപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമാവും.
അപ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ നിധി മോളെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് സുഭാഷ് ചേട്ടനും ഹരീഷൊക്കെ ആശംസകൾ അർപ്പിക്കുന്നു. അതിന് ശേഷം കേക്ക് മുറിക്കാൻ പറയും. അങ്ങനെ ഒരു വിരീന താമരയൊക്കെ കൊണ്ടുവയ്ക്കും. അത് വിരിയും. അത് വിരിയുമ്പോൾ അത് നമ്മുടെ നിധി ഊതിക്കെടുത്തും. എന്നിട്ട് സുഭാഷ് അതെടുത്ത് മാറ്റും. എന്നിട്ട് നിധി ഇങ്ങനെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നു. അങ്ങനെ ആ ഒരു കഷ്ണം കേക്ക് ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ ആദ്യം സുധീഷിന് കൊടുക്കാൻ ആ സുധീഷ് ഇങ്ങനെ വായ തുറന്ന് വരുന്നു. പക്ഷേ നിധി കയ്യിൽ വെച്ച് കൊടുക്കും. അത് കണ്ടതോടുകൂടി ഹരീഷും സുഭാഷും ഭയങ്കര ചിരിച്ചിരിക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ നികേഷിൻ്റെ മുറിക്കും. നികേഷ് കയ്യിലാവുമെന്ന് വിചാരിച്ച് നികേഷ് കൈ കാണിക്കുമ്പോൾ നമ്മുടെ നിധി വായിൽ വെച്ച് കൊടുക്കും. അതിനുശേഷം സുഭാഷ് വായിൽ വെച്ച് കൊടുക്കും. സുഭാഷിനൊരു കഷ്ണം കയ്യിൽ കൊടുക്കും, ഹരീഷിനും കൊടുക്കും. സുഭാഷ് ഏട്ടൻ അപ്പോൾ ഒരു കഷ്ണം എടുത്ത് മോളെ വായ തുറക്കാൻ പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ സുധീഷ് വേഗം ഒരു കഷ്ണം എടുത്ത് കഴിഞ്ഞിട്ട് നിധിയുടെ വായിൽ വെച്ച് കൊടുക്കാൻ നോക്കുമ്പോൾ നിധി അത് കണ്ട പാവം നടിക്കില്ല. അപ്പോൾ വേഗം സുധീഷ് ആ കേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നികേഷിൻ്റെ വായിൽ വെച്ച് തിരികെ കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കൊടുക്കും. അവർ ഭയങ്കര ചിരിയും കളിയൊക്കെ. അപ്പോൾ ആ സമയത്ത് സുധീഷിൻ്റെ ഒരേ ഭാഗത്ത് നമ്മുടെ നിധി ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ സുഭാഷും സുധീഷും ഭയങ്കര ചിരിയും കളിയാക്കലൊക്കെ. അപ്പോൾ ഭാസ്കരൻ അവിടെ ചേട്ടു എന്താ ഇവിടെ ഒച്ചയും ബഹളമൊക്കെ ഒന്നും കുറക്കൊന്നുമില്ല പിള്ളേരെ എന്ന് ചോദിച്ച് എഴുന്നേറ്റ് വരും. എന്താ ഇവിടെ കേക്കൊക്കെ മുറിക്കണേ എന്താണെന്ന് ചോദിക്കും പരിപാടി. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് അച്ഛാന്ന് പറയും. ആണോ, നന്നായി, ഞാനൊരു പാട്ട് പാടിത്തരട്ടെ എന്ന് പറയും. ബെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഒരു പാട്ട് പാടാൻ പറയുന്നത്. അങ്ങനെ ഒരു നമ്മുടെ ഭാസ്കരൻ കുഞ്ഞിപ്പാവയ്ക്ക് ഇന്നല്ലോ നല്ല നാൾ പിറന്നാൾ എന്ന് പറയും. വാങ്ങി വെച്ചതാരാണീ തല്ലിപ്പൊളി കേക്ക് എന്ന് പറയും. രണ്ടാമത്തെ വരിയിലപ്പോൾ ഹരീഷും സുഭാഷൊക്കെ പൊട്ടിച്ചിരിക്കുന്നു. എല്ലാവരും നമ്മുടെ നികേഷ് വരെയും ഭാസ്കരനോടുള്ള വൈരാഗ്യം മറന്ന് ചിരിക്കുന്നു. നിങ്ങളെ ഞാനുണ്ടല്ല എന്ന് പറയും സുധീഷ്. അതേ വെറുതെ പറഞ്ഞതണ്ടാ തമാശയ്ക്ക് എന്ന് പറയും. അപ്പോൾ ഈ ചെറിയ കേക്ക് എന്തിനെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നിധിക്ക് മേടിച്ചാണ്, നിധി ഒറ്റയ്ക്ക് കഴിച്ചോളൂട്ടാന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്ന നിധി വണ്ണം വെക്കട്ടെ എന്ന് പറയും. അങ്ങനെ വന്നതോടുകൂടിയുള്ള എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പിന്നെ കാണിക്കുന്നത് നിധി നല്ല ചുമപ്പ് സാരി കൊടുത്ത് കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോകാൻ വരുന്നത്. സുധീഷ് വാങ്ങിക്കൊടുത്താണ്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ നികേഷിനോടുള്ള അങ്ങനെ ചോദിക്കാറ്. അപ്പോൾ അതുകൊണ്ട് സുധീഷ് സംശയത്തോടെ എന്നോടാണോ എന്ന് ചോദിക്കും. വാങ്ങിച്ച ആളോടല്ലേ ചോദിക്കുകയെന്ന് പറയും. അടിപൊളി സൂപ്പറായിട്ടുണ്ടെന്ന് പറയും. എന്നാൽ ഈ വേഷത്തിൽ തന്നെ ഞാനിന്ന് ഓഫീസിൽ പോകാമെന്ന് പറയും. അങ്ങനെ നിധി നല്ല സന്തോഷത്തോടെ സുധീഷ് കൊടുത്ത് സാരി കൊടുത്ത് പോകുമ്പോൾ സുധീഷ് ഇങ്ങനെ സ്വർഗം കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ പാട്ട് പാടി നിൽക്കുന്നതാണ് എപ്പിസോഡിൻ്റെ പ്രൊമോയുടെ അവസാന ഭാഗം. അടുത്ത ആഴ്ചയിലത്തെ ഭാഗങ്ങളും നല്ല ഭാഗം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.